നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യ നിമിഷങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാർ, ഭാഗ്യം വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ജീവിതത്തിലെ പലവിധ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതം തന്നെ സംരക്ഷിക്കുന്ന, ഉയർച്ചയിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന അവസ്ഥകൾ അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ പരിശ്രമം കൊണ്ട്, അവരുടെ അകമഴിഞ്ഞ അധ്വാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഭാഗ്യം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നത്. ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ അത്ര കണ്ട് സ്ഥാനമാണ് ഭാഗ്യത്തിനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഏറ്റവും അനുകൂലമായ സമയത്തായിരിക്കും. സമയം അനുകൂലമായി നിൽക്കുന്ന, അല്ലെങ്കിൽ തല വര തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും താഴ്ചകൾ സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ സംഭവിക്കാൻ ഇടയുള്ള ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. ഒട്ടേറെ നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധിക്കുന്ന, ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയത്ത്, ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വന്നു ചേരുന്ന ആ കുറച്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്ന ഒരു സമയമാണ്. ഒട്ടേറെ നേട്ടത്തോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി, ഉയർന്ന വരുമാനത്തോടുകൂടിയൊക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു എന്ന് വേണം കരുതാൻ. മികച്ച രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പലവിധ തടസ്സങ്ങളിൽ പെട്ടിരുന്ന ആളുകളാണെങ്കിൽ, ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം ഇവർക്ക് വന്നിരിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടുമിക്ക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അവർക്ക് വന്നു ചേരുന്നത് അവരുടെ ഏറ്റവും അനുകൂലമായ സമയത്ത് കൂടിയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരു പിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി ഇവർക്കുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളൊക്കെ മാറും. കോടീശ്വര യോഗത്തിന് തുല്യമായ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും. ഇത്രയേറെ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ വേറെയുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടും നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. സാമ്പത്തിക മുന്നേറ്റം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ ഇവർക്ക് മാറുന്നു. ഇവർക്ക് അംഗീകാരം, പ്രശസ്തി, കീർത്തി, പദവികൾ, ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. നല്ല ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക.
പറ്റുമെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഏറ്റവും അഭികാമ്യമായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സ്ഫുരിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച വീഴ്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. ഒട്ടേറെ ഉയർന്ന ഭാഗ്യവും ഉയർന്ന വരുമാനവും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനും മംഗളകർമ്മങ്ങൾ വീട്ടിൽ, ഭവനത്തിൽ, സ്വന്തം ഭവനത്തിലും കുടുംബത്തിലൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല ഭാഗ്യവും ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒട്ടേറെ കടമ്പകൾ കടക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന സമയം കൂടിയാണ്. ഭാഗ്യവും സൗഭാഗ്യവും നേട്ടവും എന്തിനു വേണ്ട പിൻബലവും അവരുടെ ജീവിതത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെയധികമുണ്ട്. അവരുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത്. പ്രത്യേകിച്ചും കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ, ഏതൊരു കാര്യവും അവർക്ക് നിഷ്പ്രയാസം വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനും ഉയർന്ന വരുമാനം അനുഭവിക്കാനുള്ള യോഗവും നല്ല പദവികളും അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഇതൊക്കെ അവർക്ക് അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അതിലൂടെ ജീവിതത്തിൽ പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ ലഭിക്കുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറി കിട്ടുന്നു. അതോടൊപ്പം തന്നെ നല്ലൊരു ഭാവബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മിന്നുന്ന വിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു. വരുന്ന ഒരു മാസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും അത്യപൂർവമായി ലഭിക്കാവുന്ന ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും വളരെ അനുകൂലമായ സുവിശേഷമൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. സന്താന സൗഭാഗ്യം ഒക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും പലവിധ തടസ്സങ്ങൾ മാറുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴും മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് എപ്പോഴും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ മുതൽ ലഭിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന, മനസ്സിന് ഇഷ്ടപ്പെട്ട, കുടുംബത്തിന് ഏറ്റവും അനുകൂലമായ, അനുഗ്രഹീതമായ ഒരു ബന്ധം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. വിവാഹശേഷം ഏറ്റവും അനുകൂലമായ സുവിശേഷം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഭാഗ്യവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ്. ചോദ്യ നക്ഷത്രക്കാർക്കും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. കുടുംബത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്നു. ബന്ധുജനങ്ങളുടെ സഹായസാധനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ്. ഫലസിദ്ധി ഏറ്റവും അനുഗ്രഹീതമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു വരുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഇവർക്ക് ഏറ്റവും നല്ല സമയം വന്നു ചേരുന്ന
സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യം വിളങ്ങുന്ന സമയമാണ്. ഇവർക്ക് അതിസമ്പന്ന യോഗമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ, സമ്പാദ്യം വർദ്ധിക്കുന്നു, ധനം ഒഴുകിയെത്തുന്നു, പണലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഉടനീളം നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉന്നയിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്നു. കടബാധ്യതകളൊക്കെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലഘട്ടം ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് നേട്ടത്തിന്റെ ഉയർച്ചയുടെ ഒരു കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.